ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മീസ്റ്റ്. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയുള്ള നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഒരു കടായി വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പീനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പീനട്ട് ഞാൻ നന്നായി കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത്, ഇത് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടി വരും. അതുപോലെ നല്ല സ്മെല്ലും വരുന്നുണ്ട്. മാറ്റി വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടുകടലയും ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നല്ല സ്മെല്ല് വരും. ആ സമയത്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം. രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് തണിഞ്ഞ് വന്നതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി പൊടിച്ചെടുത്ത ഇത് കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ കട്ടകളൊക്കെ പോയതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. കൈ മാറ്റാതെ തന്നെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് ശർക്കര പാനിയാണ് അരിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഫുള്ളിലാക്കി കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഈ സമയത്ത് ഞാനിതിലേക്ക് 1 നുള്ള് ഉപ്പും ഫ്ലേവറിനായി ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് അത് സ്കിപ്പായി പോയതാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഞാൻ ഫുൾ ഫ്ലെയിമിലാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഞാനിതിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ള തേങ്ങ കുറച്ച് ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ചൂടായി വരുന്ന സമയത്ത് നന്നായിട്ട് നെയ്യൊക്കെ സൈഡിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നെയ്യ് ചേർത്ത് കൊടുക്കാൻ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഡ്രൈ നട്ട്സൊക്കെ ഇതിലേക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഫൈനായിട്ട് പൊടിക്കാത്തത് കൊണ്ട് തന്നെ ഇത് കടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിത് സൈഡൊക്കെ ആക്കുമ്പോൾ നെയ്യൊക്കെ തെളിഞ്ഞ് വരണം. പിന്നെ അതേപോലെ ഇതൊന്ന് വിട്ട് കിട്ടുന്ന ആ ഒരു പരുവം ഇതിപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഈ പ്ലേറ്റിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒന്ന് നെയ്യ് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. എല്ലാ സൈഡും ഒരേപോലെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ബേക്കറി ഐറ്റംസൊക്കെ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള സ്വീറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും. ഇത് പീനട്ടും പൊട്ടുകടലും ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുമാണ്, നല്ലൊരു ടേസ്റ്റും ഉണ്ട്. ഇത് നന്നായി തണിഞ്ഞത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഒരു 3 മണിക്കൂർ കൊണ്ട് നന്നായി തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ സൈഡൊക്കെ വിട്ട് കിട്ടുന്നുണ്ട്. ആ സമയത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പ്ലേറ്റിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ആ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായി തണിഞ്ഞു കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഹൽവ റെസിപ്പിയാണിത്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.